തൃത്വനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പുനലൂർ സെൻറ്റർ കൺവെൻഷൻ്റെ ഈ സമാപന യോഗത്തിൽ, സന്ധ്യായോഗത്തിൽ നിങ്ങളോടൊപ്പം വചനം ധ്യാനിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദരണീയരായ അച്ഛന്മാരുടെ സാന്നിധ്യം സന്തോഷം പകരുന്നു. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് മാത്യൂസ് അച്ഛനാണ്. അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ കരുതിയില്ല അച്ഛൻ ഈ വാച്ചിൻ്റെ സംഭവം പറയുമെന്ന്. ശിഷ്യരായ പല വിദ്യാർത്ഥികളെ ഓർക്കുമ്പോൾ ചിലരെ അടയാളപ്പെടുത്തുന്ന ചില സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് മാത്യൂസ് അച്ഛനും വാച്ചും. അച്ഛനത് പറയുകയും അന്ന് ഞങ്ങൾക്കുണ്ടായ സങ്കടം അച്ഛൻ പറഞ്ഞില്ല. അച്ഛനും ഞങ്ങൾക്കെല്ലാം സങ്കടമായിരുന്നു. ആ ദുഃഖം ഇന്നും പോയിട്ടില്ല. അച്ഛനെ കാണുമ്പോൾ അച്ഛനത് മറന്നുപോയെങ്കിലും അച്ഛനെന്ന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് ഈ സന്തോഷം പകരുന്ന കാര്യമാണ്. അച്ഛൻ്റെ ഇടവകയിൽ വരുവാൻ ദൈവം കൃപ നൽകി. അതിന് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചത് മൂത്തി വർക്കിയച്ഛനാണ്. ഞാൻ പ്രിൻസിപ്പളായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നോടൊപ്പം അധ്യാപകനായി ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ട അച്ഛൻ ആ കാലഘട്ടങ്ങളിൽ സെമിനാരിക്ക് നൽകിയ അനുഗ്രഹീതമായ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഒരു സപ്പോർട്ട്, വളരെയധികം ശുശ്രൂഷയ്ക്ക് പിൻബലം നൽകിയ ആളാണ് പ്രിയപ്പെട്ട മൂത്തി അച്ഛൻ. ഇവിടെ അലക്സാണ്ടർ തോമസ് അച്ഛനുണ്ട്. അച്ഛൻ ഞാൻ MTH ചെയ്യുമ്പോൾ അച്ഛനവിടെ BD പഠിക്കുന്നുണ്ട്. ഞാൻ ആദ്യ ബാച്ച് പഠിപ്പിച്ച ആളിൽപ്പെട്ടതാണ് ഗീവർഗീസ് തോമസ് അച്ഛൻ. അച്ഛനെ വളരെ നാളുകൾക്ക് ശേഷം കണ്ടത് എനിക്ക് വലിയ സന്തോഷമാണ്. മറ്റാൽ പല അച്ഛന്മാരുണ്ട്. ആസാച്ചനുണ്ട് ഇവിടെ. അവരെയൊക്കെ സാന്നിധ്യം സന്തോഷം പകരുന്നു. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നിങ്ങളെ അഭിനന്ദിക്കട്ടെ. കൊയറിൻ്റെ മനോഹരമായ ഗാനം. ഞാൻ ഈ കൺവെൻഷന് മൂത്തിയച്ഛൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അച്ഛനോടുള്ള ബന്ധത്തിൽ അത് ഏറ്റു സന്തോഷത്തോടെ. പിന്നീടാണ് അതിൻ്റെ വൈഷമ്യം തിരിച്ചറിഞ്ഞത്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഇതാണ് വിഷയം. അച്ഛൻ അവസാനത്തെ ദിവസമാണ് പ്രസംഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ ഈ വിഷയം 4 ദിവസം കേൾക്കുമ്പോൾ ആളുകൾക്ക് ഒരു മടുപ്പ് തോന്നാറില്ലേ? അച്ഛൻ പറഞ്ഞു, ഇല്ല. കാരണം പുനലൂരെ സെൻറ്ററിലെ ഇടവകയിലെ ജനങ്ങൾ അങ്ങനെയല്ല. കാരണം കഴിഞ്ഞ വർഷം ഒരു വിഷയം ഞങ്ങൾ പഠിച്ചു, ഗൗരവമായി പഠിച്ചു. ആളുകൾക്ക് അത് വളരെ പ്രയോജനമായിരുന്നു. എങ്കിലും എനിക്ക് സന്ദേഹമായിരുന്നു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് പോരെ. 2, അച്ഛനോട് മറ്റൊരു സംശയം ഞാൻ ചോദിച്ചു, അച്ഛാ 1 മണിക്കൂർ പ്രസംഗിക്കണമോ? കാരണം ഇത് റീൽസിൻ്റെ കാലമാണ്. റീൽസ് എന്ന് പറഞ്ഞാൽ അറിയാം, 3 മിനിറ്റാണ് ഒരു മാക്സിമം റീലിൻ്റെ ദൈർഘ്യം. 30 സെക്കൻഡ് ആകാം, 15 സെക്കൻഡ് വരെയാകാം. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് 1 മണിക്കൂർ പ്രസംഗം കേൾക്കാനുള്ള സ്റ്റാമിന ഉണ്ടോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, പുനരൂരുകാർ വ്യത്യസ്തമാണ്. നിങ്ങൾ 1 മണിക്കൂറല്ല 1.5 മണിക്കൂറും കേൾക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം സംസാരിക്കുമ്പോൾ മൂത്തിയച്ഛൻ പറഞ്ഞ ഒരു ഉറപ്പും പിൻബലവുമുണ്ട്. ഈ പ്രദേശത്ത് വരുവാൻ, ഈ ഇടവകയിൽ വരുവാൻ ദൈവം കൃപ നൽകി. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് വചനധ്യാനം? വചനത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? വൈദിക സെമിനാരിയിൽ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഒരു ടെക്സ്റ്റിനെ, ഒരു വേദഭാഗത്തെ പലപ്പോഴും വളരെ വിമർശനാത്മകമായി പഠിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഡിസെക്റ്റ് ചെയ്യുന്നത് പോലെ തോന്നാറുണ്ട്. എൻ്റെ വിശ്രമ ജീവിതത്തിൽ, റിട്ടയർമെൻറ്റ് ലൈഫിൽ, സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം എനിക്ക് കൂടുതലായി തോന്നിയൊരു കാര്യം, വചനത്തെ വിമർശനാത്മകമായി സമീപിക്കാമെങ്കിലും മറ്റൊരു തലമുണ്ട്. ആദരവോടുകൂടെ സമീപിക്കണം. 119 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യമുണ്ട്, നിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ശ്രദ്ധേയമാണ്. അത്ഭുതങ്ങളെ കാണണം. നിൻ്റെ വചനത്തിലെ വിസ്മയങ്ങളെ കാണാൻ എനിക്ക് കൃപ തരണം. ദൈവവചനം കാനൂനികമായി തീർന്നതിൻ്റെ പുറകിൽ ഒറ്റ യാഥാർത്ഥ്യമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ ശബ്ദമായി, വചനമായി, വാക്കുകളായി
ഒരു വിശ്വാസ സമൂഹത്തിന് അനുഭവപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഏതൊരു ധ്യാനവും വചനധ്യാനവും the teaching of the teacher has transformed that person or the community എന്നുള്ളതാണ്. യേശുക്രിസ്തു അങ്ങനെയാണ്, വലിയ അധ്യാപകനാണ്. തന്നെ സമീപിച്ചവരെയൊക്കെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത ആളാണ് ക്രിസ്തു, ഇല്ലേ? എനിക്ക് തോന്നാറുണ്ട്, ചില ഇടങ്ങളെപ്പോലും, താൻ പോയ ചില ഇടങ്ങളെപ്പോലും രൂപാന്തരപ്പെടുത്തി, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തി, ഭവനങ്ങളെ രൂപാന്തരപ്പെടുത്തി, സമൂഹത്തെ രൂപാന്തരപ്പെടുത്തി. ഈ പുനലൂർ കൺവെൻഷൻ വിലയിരുത്തപ്പെടേണ്ടത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് എത്രമാത്രം ഗൗരവമായി പഠിച്ചു എന്നുള്ളതിലല്ല, ഈ പഠനത്തിലൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തിന്, നമ്മുടെ ഭവനത്തിന്, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടങ്ങൾക്ക്, നമ്മുടെ ഇടവകയ്ക്ക്, ഈ ഭദ്രാസനത്തിന് എന്തു രൂപാന്തരം, മാറ്റം വന്നു എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന അതിനുവേണ്ടിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അനുദിനം ശക്തി പകരുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. ഇന്ന് വായിച്ച വേദഭാഗം നമുക്ക് പരിചിതമായ വേദഭാഗമാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. ഒന്നുകൂടെ പറയട്ടെ, 1 കൊരിന്ത്യർ 11 20 മുതൽ 26 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ കൊരിന്ത്യ ലേഖനം, 1-ാം ലേഖനം പൗലോസ് എഴുതുമ്പോൾ ആ സഭയിലുണ്ടായ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു സഭയിലാവട്ടെ, ഒരു സമൂഹത്തിലാവട്ടെ, ഒരു ഇടവകയിലാവട്ടെ, ഒരു ഭവനത്തിലാവട്ടെ, ഭിന്നത വന്നു കഴിഞ്ഞാൽ വസ്ത്രം പ്രശ്നമാണ്, ഭക്ഷണം പ്രശ്നമാണ്, ബന്ധങ്ങൾ പ്രശ്നമാണ്, തൊടുന്നതെല്ലാം പ്രശ്നമാണ്. ആണോ? കൊരിന്ത്യ സഭയിൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു സഭയിൽ ഓരോരോ പ്രശ്നങ്ങളെ വിശുദ്ധ പൗലോസ് അഡ്രസ്സ് ചെയ്യുകയാണ്. കൊരിന്ത്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ആകരുത്, ഇങ്ങനെ ആവണം. ഈ കൊരിന്ത്യ ലേഖനത്തിൻ്റെ 11, 12, 13, 14 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ പൗലോസ് ചർച്ച ചെയ്യുന്നു. 1 വിശുദ്ധ കുർബാന, 2 പരിശുദ്ധാത്മ വരങ്ങൾ. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മ വരങ്ങളും ഒരു വിശ്വാസ സമൂഹത്തെ ഏറ്റവും ശക്തിയോടുകൂടെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്, ഇല്ലേ? അത് വികലമായി പോകുന്നു. അതുകൊണ്ടാണ് ഈ 11-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് വീണ്ടും കൊരിന്ത്യ സഭയെ വിശുദ്ധ കുർബാനയുടെ അർത്ഥതലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായിരിക്കാം. ആധ്യാത്മികതയുടെ ആഴം പലപ്പോഴും നിശബ്ദതയാണ്. ദൈവത്തിൻ്റെ ശബ്ദം പലപ്പോഴും നിശബ്ദതയിലൂടെയാണ് നമ്മോട് സംവദിക്കുന്നത്. ദൈവമേ, അവിടുത്തെ സന്നിധാനത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ നിൻ്റെ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിൻ്റെ വചനം അത്ഭുതത്തോടെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഹാഗാർ നിലവിളിച്ചപ്പോൾ നീരുറവ കാട്ടി അവളുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ ദൈവമേ, ഇസ്രായേൽ ജനത അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ മുൾപ്പടർപ്പിൽ ദർശനം നൽകി മോശയെ നിയോഗിച്ച ഞങ്ങളുടെ ദൈവമേ, ഈ സന്ധ്യയിൽ നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംവദിക്കുകയും സംസാരിക്കുകയും തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കരുണയുണ്ടായി കേൾക്കണമേ. വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു, വിശുദ്ധ കുർബാന ഒരു ഇഷ്യൂവാണ്. ഏറ്റവും ഔന്നത്യത്തിൽ ചെയ്യേണ്ട ഒരു ശുശ്രൂഷ
ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് പോകുന്നു. ഈ 11-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ശ്രദ്ധേയമാണ്. കർത്താവിൻ്റെ അത്താഴമല്ല കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താൻ തൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. ഏത് ശുശ്രൂഷയും, ഏത് നിയോഗവും, ഏത് ദൗത്യവും ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് കൊണ്ടുപോകാം. കർത്താവ് തൻ്റെ ശുശ്രൂഷ ജീവിതത്തിലുടനീളം താൻ ആയിരിക്കുന്ന ഇടങ്ങളെ, താൻ അഭിമുഖീകരിച്ച, സംസാരിച്ച, ഇടപെട്ട വ്യക്തികളെ, തൻ്റെ ശിഷ്യരെ നിരന്തരം ഔന്നത്യത്തിലേക്ക് നയിച്ച കർത്താവാണ്. ഇവിടെ കൊരിന്ത്യ സഭയിൽ അവരുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് അവർക്കൊരു സ്നേഹവിരുന്നുണ്ട്, അഗപ്പേ മീൽ. ഇവിടെ വിശുദ്ധ പൗലോസ് നൽകുന്ന സൂചന, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ ആളുകൾ ഒത്തുകൂടും, പ്രത്യേകിച്ച് ധനികരായ ആളുകൾ. അവരൊരുമിച്ച് കൂടുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാചകമുണ്ട്, ലഹരി പിടിച്ചവരുണ്ടെന്ന. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് എത്രമാത്രം താഴ്ന്ന തലത്തിലേക്ക്, ഒരു ലോവർ ഡൈമെൻഷനിലേക്ക് ഈ ശുശ്രൂഷയെ അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ ഭക്ഷണത്തിന് ശേഷമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ പകലന്തിയോളം ജോലി ചെയ്തവരായിരിക്കാം, ദരിദ്രരായ ആളുകൾ പിന്നീടാണ് വരുന്നത്, അവർ വിശന്നാണ് വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, നിങ്ങൾ കഴിക്കുന്നത്, നിങ്ങൾ ഭക്ഷിക്കുന്നത് കർത്താവിൻ്റെ അത്താഴം അല്ല. ഭക്ഷണം ഒന്നിപ്പിക്കുന്ന ഇടമാകണം. ഇവിടെ ഈ 23-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ, അങ്ങനെയാണ് തുടങ്ങുന്നത്. എനിക്ക് ഈ വേദഭാഗം പൗലോസ് പറയുമ്പോൾ, വിവരിക്കുമ്പോൾ എനിക്ക് ലഭിച്ച ഒരു കാര്യം, ഈ വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലം വിവരിക്കുമ്പോൾ ഏറ്റവും ലോവർ ഡയമെൻഷനിലേക്ക് തൻ്റെ ശിഷ്യൻ ഈ അത്താഴത്തെ കൊണ്ടുപോയി കഴിഞ്ഞു, ഇല്ലേ? ആ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത്, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറയുന്നത്. യൂത ഇരിക്കുമ്പോഴായിരിക്കാം പറയുന്നത്. അവരൊരുമിച്ച് ഭക്ഷണം പാനം ചെയ്യുകയാണല്ലോ. ഹയർ ഡയമെൻഷനിലേക്ക് കർത്താവ് എല്ലാം ഇപ്പോഴും ഉയർത്തുകയാണ്. സാന്ദർഭികമായി പറയട്ടെ, ഈ യൂതയെ ഓർക്കുമ്പോൾ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഈ സുവിശേഷത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, കർത്താവ് യൂതയോട് ചോദിക്കുന്നുണ്ട്, യൂതയെ നീ ചുംബനം കൊണ്ടാണോ എന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന്. ചുംബനം ഏറ്റവും പരിപാവനമായൊരു സിമ്പൽ ഓഫ് ലവ് ആണ്, അല്ലേ? അതിനെ ഏറ്റവും ഹീനമായ തലത്തിലേക്ക് ഉയർത്തുന്നു. വിശുദ്ധ കുർബാനയാകട്ടെ, പരിശുദ്ധാത്മാ വരങ്ങളാവട്ടെ, ഏതും ഹീനമായ തലത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോകുവാൻ മനുഷ്യന് കഴിയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഔന്നത്യത്തിലേക്ക് നയിക്കേണ്ട, ജീവിതത്തെ നയിക്കേണ്ടതാണ് വിശുദ്ധ കുർബാന. എന്നാൽ അവിടെ ആ വിശുദ്ധ കുർബാന ഇവിടെ ഒരുമിപ്പിക്കുന്ന ഇടമല്ല, പിന്നെയോ മുറിപ്പെടുത്തുന്ന ഇടമാവും. എന്ന് പറയട്ടെ, ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഒരുമിപ്പിക്കേണ്ട ഇടമാകേണ്ടിടം മുറിപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന ഇടമായി മാറുന്നു. ഭക്ഷണം എന്നൊരു പ്രശ്നമാണ് വേദപുസ്തകത്തിൽ. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ നമുക്കറിയാം, അവിടെ ഭക്ഷണമാണ്. ആദവും ഹവയും ഒരു പഴം കഴിച്ചതാണ് ഭക്ഷണം, ആണോ? ആ പഴം കഴിച്ച ഭക്ഷണം ബന്ധങ്ങളെ ആകെ തകർത്തി കളഞ്ഞു, അല്ലേ? 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ആവർത്തന എഴുത്തുകാരൻ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുകൂടെ ജീവിക്കുന്നുവെന്ന് പഠിപ്പിക്കുവാൻ ഭക്ഷണത്തെക്കുറിച്ചുള്ള പാഠമാണ്.
പഠിപ്പിക്കുവാൻ ഈ 40 വർഷം നിന്നെ മരുഭൂമിയിൽ നടത്തി എന്ന് പറയുന്നുണ്ട്, അല്ലേ? വേറെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിൻ്റെ ഒരു തിയോളജി ഉണ്ട്. ഭക്ഷണം മുറിവുകളുണ്ടാക്കാം. ഈ പഴയ നിയമത്തിൽ ഭക്ഷണം ഏറ്റവും അധികം മുറിവുകളുണ്ടാക്കിയൊരു മനുഷ്യനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അവൻ ക്ഷീണിച്ച് വലഞ്ഞ് വയലിൽ നിന്ന് വരികയാണ്. വയലിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ സഹോദരൻ, നമ്മുടെ പരിഭാഷയിൽ മാത്രമേ ഉള്ളൂ ചുവന്ന പായസം, മറ്റിടത്തൊക്കെ സൂപ്പാണ്, ചുവന്ന പായസം വന്ന് കണ്ടപ്പോഴേ ഈ സഹോദരൻ, അനിയനാണ്, അവകാശം നഷ്ടപ്പെടുന്നതിന് മുൻപാണ്, ജ്യേഷ്ഠ സഹോദരൻ അനിയനോട് ചോദിക്കുകയാണ്, എന്താണ്, അല്പം പായസം തരണം. നമ്മൾ പലപ്പോഴും ഏശാവിനെ ജ്യേഷ്ഠാവകാശം നിന്ദ്യമാക്കി കളഞ്ഞു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് അതിന് ശക്തീകരണം നൽകാറുണ്ട്. എന്നാൽ നമുക്ക് ഏശാവിൻ്റെ കണ്ണുകളിലൂടെ വായിച്ചാൽ നമുക്ക് തോന്നും അങ്ങനെയല്ല. ഏശാവിൻ്റെ കണ്ണുകളിലൂടെ വായിച്ചാൽ ഏശാവ് പറയും, ഒരു പാത്രം അല്പം പായസത്തിന് ഞാൻ വിശന്ന് പൊരിയുമ്പോൾ എൻ്റെ സഹോദരൻ ചോദിച്ച വില അന്യായ വിലയാണ്. സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ? ഭക്ഷണത്തെ ചൂഷണത്തിന്, ഭക്ഷണത്തിനെ ഇവിടെ പറയുന്നുണ്ട് ഒരാളെ താഴ്ത്തിക്കിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. പിന്നീട് 27-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ ഒരു ഭവനത്തിൻ്റെ ഭക്ഷണമേശ, ഒരുമിച്ച് കഴിക്കേണ്ട ഭക്ഷണമേശ, അവിടെ നമുക്കറിയാം റെബേക്കയും യാക്കോബും കൂടെ ഒന്നിച്ചു, ഇല്ലേ? എത്ര സുന്ദരമായ പദ്ധതിയാണ്. ഈ റെബേക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, 24-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ദാസനെ കാണുമ്പോൾ അവൻ്റെ ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്നു, അവനെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നു. 10 ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുത്തെന്നാണ് പറയുന്നത്. എന്തൊരു ആതിഥ്യ മര്യാദയാണ്. ഇവിടെ 27-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് സ്വന്തം മകൻ്റെ അനുഗ്രഹം തട്ടിയെടുക്കുവാൻ വേണ്ടി മറ്റൊരു മകനോട് പക്ഷം പിടിക്കുന്ന അമ്മ. അവസാനം 27-ാം അധ്യായം 34-ാം വാക്യം നിങ്ങൾ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന് 34-ാം വായിക്കാം ഒരാൾക്ക്. അവിടെ നിൽക്കട്ടെ. അതിദുഃഖിതനായി നിലവിളിച്ചു, പൊട്ടിക്കരഞ്ഞു എന്നാണ് ഇവിടെ, അല്ലേ? ഭക്ഷണമേശകൾ എപ്രകാരം മുറിവുകൾ ഉണ്ടാക്കാം. പിന്നീട് ഓർക്കണം, ഈ റെബേക്കയുടെ ജീവിതകാലത്ത് ഏശാവും യാക്കോബും ഒരുമിക്കുന്നില്ല ഭവനത്തിൽ. ബന്ധങ്ങളെ തകർത്ത് കളയുന്ന ഭക്ഷണം. ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഈ ഭക്ഷണമാണ് കർത്താവ് എല്ലാ ശ്രേണീതല, മനുഷ്യൻ സൃഷ്ടിച്ച എല്ലാ ശ്രേണീതല ബന്ധങ്ങളെയും തകർത്ത് കളയുവാൻ ഉപയോഗിച്ചത്, വെല്ലുവിളിക്കുവാൻ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ കർത്താവിനെക്കുറിച്ച് ഒരു പരാമർശനം പരീശന്മാരും ശാസ്ത്രിമാരും നൽകുന്നത്, അവൻ ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം ഭക്ഷണം കഴിച്ചു എന്നാണ്, അല്ലേ? ഭക്ഷണത്തിൻ്റെ ഒരു റവല്യൂഷൻ, വിപ്ലവാത്മകമായ സ്വഭാവം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാന എന്തിനാണ്? ഒരു ഔന്നത്യത്തിലേക്ക്, തലത്തിലേക്ക് മാറി നിന്നുകൊണ്ട് ഈ കർത്താവിനോടൊപ്പം ലോകത്തെ ചുറ്റുപാടുകളെ കാണാനാണ്. ഈ കഴിഞ്ഞ ജൂലൈ 25, 2025 ജൂലൈയിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായിരുന്ന ശുഭാൻഷു ശുക്ല ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാർത്ത? ആദ്യത്തെ ഇന്ത്യക്കാരൻ, ഇന്ത്യയുടെ ശാസ്ത്ര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി പോയ ആളാണ്, ഗവേഷണത്തിന് പോയ ആളാണ്. ഈ സ്പേസ് സ്റ്റേഷനിൽ മടങ്ങി വന്നപ്പോൾ ബാംഗ്ലൂരിൽ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. അവിടെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, വെൻ വി ലീവ് ദിസ് പ്ലാനറ്റ് ടു ബി ഇൻ സ്പേസ്, ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ബ്ലർ
entire earth becomes one's identity. എന്നോട് ഞാൻ വായിക്കട്ടെ. When we leave this planet to be in space, individual identity blur, entire earth becomes one's identity. ഈ ശുക്ല പറയുകയാണ്, വിദ്യാർത്ഥികളോട് പറയുകയാണ്, ഈ സ്പേസിൽ യാത്ര ചെയ്യുമ്പോൾ ദൂരെ നിന്ന് ഈ നമ്മുടെ ഭൂമിയെ കാണുമ്പോൾ ഒറ്റ ഐഡൻറ്റിറ്റി ഉള്ള എന്താണെന്നറിയാമോ? എൻ്റെ ജോലിയല്ല, ഞാൻ ഇന്ത്യക്കാരനെന്നുള്ള ഐഡൻറ്റിറ്റി അല്ല, എനിക്ക് ഒറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ. എന്താണ്? ഞാൻ ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, എർത്ത്ലിംഗ് ആണ്, ഇല്ലേ? എൻ്റെ ചിന്ത കർത്തൃമേഷൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് കർത്താവിനോടൊപ്പം നിന്ന് ലോകത്തെ, സമൂഹത്തെ, ചുറ്റുപാടുകളെ കാണാനാണ്, അല്ലേ? അതിന് കഴിയുമ്പോഴാണ് ഈ കർത്തൃമേശ അനുഗ്രഹത്തിൻ്റെ മേശയായി തീരുന്നത്. ട്രാൻസെൻഡ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മളുടെ ഇടുങ്ങിയ ഐഡൻറ്റിറ്റികളെ ട്രാൻസ്ഫോം ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഉല്ലംഘിക്കുന്നതാവണം. ഒറ്റ ഐഡൻറ്റിറ്റിയേ ഉള്ളൂ കർത്തൃമേശയിൽ. എന്താണെന്നറിയാമോ? ദൈവമക്കൾ ആണോ? ഗോഡ്സ് ചിൽഡ്രൻ. ഞാൻ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഈ കർത്താവിൻ്റെ പ്രാർത്ഥന, അവർ ഫാദർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒറ്റ അഡ്രസ്സേ ഉള്ളൂ. ഏത് വിശ്വാസി, മെത്രാനാവട്ടെ, വൈദികനാവട്ടെ, സുവിശേഷകനാവട്ടെ, ഏത് വിശുദ്ധനാവട്ടെ, ഏത് പാപിയാകട്ടെ, ഒറ്റ അഡ്രസ്സേ ഉള്ളൂ. എന്താണെന്നറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അത് പറയുന്ന സൂചന എന്താണ്? ഞങ്ങളെല്ലാവരും നിൻ്റെ മക്കളാണെന്ന്. അതുകൊണ്ടാണ് ഈ 1 കൊരിന്ത്യർ 10 പറയുന്നത് നമ്മളെല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളാണെന്ന് പൗലോസ് പറയുന്നു. 2, ഈ ആദ്യത്തെ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഓരോ കർത്തൃമേശയും നിസ്സംഗതയുടെ ഇടമല്ല, ക്രിസ്തുവിൻ്റെ സെൻസിറ്റിവിറ്റിയുടെ, സംവേദനക്ഷമതയുടെ ഇടമാവണം. ഓരോ കർത്തൃമേശയും നിസ്സംഗതയുടെ ഇടമല്ല, ക്രിസ്തുവിൻ്റെ സെൻസിറ്റിവിറ്റിയുടെ ഇടമാകണം. ഈ ഒരു കൊരിന്ത്യ സഭയിലെ സ്നേഹവിരുന്നല്ലാതെ പോയതിൻ്റെ പ്രശ്നങ്ങളാണ്. വിശപ്പും ദാരിദ്ര്യവും വേദനയും സഹവിശ്വാസിയുടെ തിരിച്ചറിയാൻ കഴിയാഞ്ഞു പോയ വലിയ പ്രശ്നം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ കോവിഡിന് മുമ്പ്, കോവിഡ് കാലത്ത് ഞാൻ കരുതി ഈ കോവിഡ് മനുഷ്യരെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുമെന്നാണ്. കൂടുതൽ നന്മ, മനുഷ്യജീവിതത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത, എന്തെല്ലാം പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതാണ്. പക്ഷേ കോവിഡ് കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യനൊന്നും പഠിച്ചില്ല. അതിലേറ്റവും വലിയ പാഠം, എൻ്റെ ചിന്ത, ഈ കാലത്തുണ്ടായ യുദ്ധങ്ങളാണ്, കലാപങ്ങളാണ്. യുദ്ധങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോഴും, നിഷ്കരണം ആളുകൾ വധിക്കപ്പെടുമ്പോഴും, കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും ഞാനുൾപ്പെടെ പലപ്പോഴും നോക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവരാണ് അവരെന്നുള്ളതാണ്, ഏത് നിറത്തിൽപ്പെട്ടവരാണ് അവരെന്നുള്ളതാണ്, ഏത് രാജ്യക്കാരാണെന്നുള്ളതാണ്. ആ ഐഡൻറ്റിറ്റിയാണ് നോക്കുന്നത്. ചിലപ്പോഴൊക്കെ ചിലർ പറയും ഇതൊക്കെ പ്രവചന നിവൃത്തിയാണ്. മറ്റു ചിലർ പറയും അവർക്കിത് വേണ്ടതാണ്. അങ്ങനെയാണോ കാണേണ്ടത്? ഏതു മനുഷ്യൻ്റെയും വേദന കർത്താവിൻ്റെ വേദനയാണ്. ഏത് മനുഷ്യൻ്റെയും ദുഃഖം കർത്താവിൻ്റെ ദുഃഖമാണ്, അല്ലേ? ഈ എം ലീലാവതി എന്ന് പറയുന്ന സാഹിത്യകാരി, ടീച്ചറെ നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടോ? എം ലീലാവതി. അടുത്ത കാലത്ത് അല്പം വിവാദമുണ്ടായി എം ലീലാവതിയുമായി ബന്ധപ്പെട്ട്. 98ാം ജന്മദിനം. ആ എം ലീലാവതി ടീച്ചറിൻ്റെ ശിഷ്യർ ഈ 98 വയസ്സുള്ള ഈ അധ്യാപികയെ, സാഹിത്യകാരിയെ കാണാൻ പുഷ്പങ്ങളുമായി എത്തി. അവിടെ ചെന്നപ്പോൾ എം ലീലാവതി ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഉള്ളു പൊള്ളുന്ന ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു പിടി വറ്റും ഒരിറ്റു വെള്ളവും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. കുഞ്ഞുങ്ങളെ നോക്കിയാണ്, പട്ടിണിക്ക്
വിധേയരായി എല്ലും തോലുമായി കഴിയുന്ന കുഞ്ഞുങ്ങൾ, കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടിട്ടാണ് എം ലീലാവതി ടീച്ചർ എങ്ങനെ പറഞ്ഞത്. കേരളത്തിൽ സോഷ്യൽ മീഡിയ അവരെ ആക്രമിച്ചു. അതിന് പ്രതികരണമായി അവർ പറഞ്ഞു, ഒരു അമ്മയുടെ കണ്ണുകളിലൂടെയാണ് ഞാൻ ആ കുഞ്ഞുങ്ങളെ കണ്ടത്, മതത്തിൻ്റെ കണ്ണുകളിലൂടെയല്ല, ഒരു അമ്മയുടെ കണ്ണുകളിലൂടെ. ഓരോ വിശുദ്ധ കുർബാനയും നമ്മളോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ വേദനപ്പെടുന്ന, ബലഹീനരായ, നിലവിളിക്കുന്ന, ഒപ്പം നിൽക്കുവാൻ യോഗ്യതയില്ലെന്ന് നമുക്ക് തോന്നുന്നവരെ കാണുവാൻ ഇടയാകുമ്പോഴാണ്. അവരുടെ ചെറിയ വേദന പോലും ഗ്രഹിക്കാൻ കഴിയുന്ന ക്രിസ്തു മനസ്സുണ്ടാകുന്നതാവണം വിശുദ്ധ കുർബാനയുടെ പരിണിത ഫലങ്ങൾ. ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ എന്നെ സ്പർശിച്ചത് പലരുടെയും ക്രിസ്തീയ വിശ്വാസികളല്ല, എന്നാൽ അവർ കാണിക്കുന്ന ഒരു ക്രിസ്തീയ ദർശനമുണ്ട്. എന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് വളരെയധികം സ്വാധീനിച്ച, മുറിപ്പെടുത്തിയൊരു പുസ്തകമാണ് സൂര്യാകൃഷ്ണമൂർത്തിയുടെ മുറിവുകൾ. കേട്ടിട്ടുള്ള പുസ്തകം? ചെറിയൊരു പുസ്തകമാണ്. ഞാൻ DC ബുക്സ് കോട്ടയത്ത് പോയി ഇത് വാങ്ങി 2 ദിവസം കൊണ്ട് വായിച്ച് തീർത്തു. അതിനകത്ത് സൂര്യാകൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ആളിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ISROയിൽ നമ്മുടെ അബ്ദുൽ കലാമിനോടൊപ്പം സയൻറ്റിസ്റ്റായിരുന്ന ആളാണ്. കലയാണ് തൻ്റെ അഭിവാഞ്ഛയെന്നും തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതം എന്ന് മനസ്സിലാക്കി, അതുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കി ഈ ISROയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയി സൂര്യ കലാപ്രസ്ഥാനമൊക്കെ, സൂര്യ കലാമേളയുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ആ പുസ്തകം വായിക്കുമ്പോൾ ഒത്തിരി മുറിവുകളാണ്. എന്നാൽ ആ പുസ്തകങ്ങൾക്കിടയിൽ ഞാൻ വായിച്ചൊരു ചെറിയ സംഭവമുണ്ട്, അത് വായിക്കട്ടെ. അത് വായിക്കുന്നതിന് മുമ്പ് ഒരു ആമുഖമുണ്ട്. സൂര്യാകൃഷ്ണമൂർത്തിക്കൊരു മകളുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. സീത എന്ന പേര്. ആ സീതയ്ക്ക് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ആളാണ്. അവൾക്ക് ആ വർഷത്തെ എഞ്ചിനീയറിങ്ങിൽ ബിടെക്കിൽ അന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക്. അപ്പോൾ അവളെക്കുറിച്ച് ഈ പിതാവ് എഴുതിയിരിക്കുന്നൊരു വാചകമുണ്ട്. പത്രക്കാർ വീട്ടിൽ വന്നപ്പോൾ അവളുടെ ഒരേ ഒരു ആവശ്യം പടവും വാർത്തയും അഭിമുഖവും പത്രത്തിൽ വരരുതേ എന്നായിരുന്നു. ഞാൻ കാരണം തിരക്കി. കൂടെ പഠിച്ചവരെക്കാൾ 1-2 മാർക്കാവും കൂടുതൽ. അവർക്കാർക്കും ഒരു വിഷമവും ഉണ്ടാകരുതെന്ന് ആയിരുന്നു അവളുടെ മറുപടി. കേട്ടോ നിങ്ങൾ? മനസ്സിലായോ? ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു പെൺകുട്ടി പറയുകയാണ്, എന്നോടൊപ്പം പഠിച്ച കുഞ്ഞുങ്ങളെക്കാൾ, വിദ്യാർത്ഥികളെക്കാൾ, സ്നേഹിതരെക്കാൾ 1-2-3 മാർക്കായിരിക്കും എനിക്ക് കൂടുതൽ. ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ഇന്നാര് പറയും? എൻ്റെ ചിന്ത, അപരൻ്റെ വേദന ആരറിയുന്നുവോ അതൊക്കെ കത്രുമേശയുടെ ഭാവങ്ങളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇവിടെ നിസ്സംഗതയുള്ളൊരു സമൂഹമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എന്താണ് വിശുദ്ധ കുർബാന എന്ന് പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന നിസ്സംഗതയുടെ ഇടമായപ്പോൾ, വിശുദ്ധ കുർബാന മുറിപ്പെടുത്തുന്ന ഇടമായപ്പോൾ, വിശുദ്ധ കുർബാനയെ ഔന്നത്യത്തിൽ നിന്ന് താഴ്ന്ന തലത്തിലേക്ക് താഴ്ത്തിയപ്പോൾ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ കുർബാന എന്താണ്, എന്താകണം. ഇവിടെ ഒരു ആമുഖം, ഒരു വാചകമുണ്ട്. മൂത്തച്ഛനാണ് അത് പറയേണ്ടത് ആധികാരികമായിട്ട്. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്, നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് പറയുന്നത്. 23-ാം വാക്യം. ഈ പൗലോസ് വിശുദ്ധ കുർബാനയുടെ അതോറിറ്റി, ആധികാരികത എന്താണെന്ന് പറയുകയാണ്. കർത്താവ് നേരിട്ട് പറഞ്ഞതാണോ എന്നുള്ള സൂചനയല്ല, കൂടുതലായി തനിക്ക് അപ്പോസ്തലന്മാരിൽ നിന്ന് ലഭിച്ചതായുള്ള വലിയ പൈതൃകമാണിത്. അത് എൻ്റേതായി തീർന്നപ്പോൾ അത് എൻ്റേതായി മാറി.
അത് ഞാൻ നിങ്ങൾക്ക് കൈമാറിയതാണ്. ആ കൈമാറിയതിൽ പളിച്ച ഉണ്ടായില്ല, പക്ഷെ അതിനെ നിങ്ങൾ ഏറ്റവും വികലമാക്കി. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും അവരെ ഈ കത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് ഈ കത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഓരോ വിശുദ്ധ കുർബാനയും ക്രിസ്തു ശരീരമായി ജീവിക്കുവാനുള്ള നിയോഗമാണ്. ഓരോ വിശുദ്ധ കുർബാനയും ക്രിസ്തു ശരീരമായി ജീവിക്കാനുള്ള നിയോഗമാണ്. രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഒന്ന്, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. രണ്ട്, നമ്മോടൊപ്പം ആരാധിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, നമ്മുടെ ശരീരമാണ്. ഈ വേദഭാഗം ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് തോന്നി നമുക്കത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ട് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഇമേജറി ഉണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട്. അത് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി കർത്താവും പഠിപ്പിക്കുന്നതാണ്. അത് ശരീരത്തെ സംബന്ധിച്ചാണ്. അതെന്താണ് പറയുന്നത്? ഇനി നിങ്ങൾ രണ്ടല്ല, ഒരു ശരീരമത്രേ. വിശുദ്ധ പൗലോസ് എഫേസ് ലേഖനത്തിൽ, കൊരിന്ത്യ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, കർത്താവും സഭയും മണവാട്ടിയാണ്, സഭ കർത്താവ് മണവാളനാണ്. ആ ബന്ധമാണ്. എൻ്റെ ചിന്ത മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ആഴമുള്ള പ്രധാനപ്പെട്ട ബന്ധമാണ്. എന്ത്? കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിൽ എപ്രകാരമാണ് ഒരു ജീവിത പങ്കാളിയുടെ വേദന മറ്റൊരാൾ അറിയുന്നത്, ഒരു ജീവിത പങ്കാളിയുടെ സന്തോഷം മറ്റൊരാൾ എങ്ങനെയാണ് അറിയുന്നത്, അതുപോലെ ഓരോ വിശ്വാസിക്കും കർത്താവിൻ്റെ വേദന അറിയാൻ കഴിയണം. കൂടെ മുട്ടുകുത്തുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന, വിശുദ്ധ മേശയിൽ പങ്കുചേരുന്നവരുടെ വേദനയും കണ്ണുനീരും അറിയാൻ കഴിയണം. അപ്പോഴാണ് ഇത് കർത്തൃ ശരീരമായി മാറുക. അല്ലേ? ജീവിത പങ്കാളിയുടെ ദുഃഖം അറിയാതെ പോയാൽ എന്തൊരു പ്രയാസമാണ്, അല്ലേ? ഞാൻ ഇയ്യോബിൻ്റെ പുസ്തകം പഠിപ്പിക്കുമ്പോൾ സാധാരണ വിദ്യാർത്ഥികളോട് ചോദിക്കും, ഇയ്യോബിൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? ശരിയാണോ? അവരൊക്കെ പറയും, ആദ്യം പറയും ശരിയാണെന്ന്. ഞാൻ പറയും അങ്ങനെ ആകരുത്, സാധ്യമില്ല. കാരണം മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു. യോബിൻ്റെ രോഗമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അസ്വസ്ഥത നൽകുന്ന രോഗമാണ്. അടുത്ത് നിൽക്കുന്നവർക്ക് വ്രണങ്ങളുടെ ദുർഗന്ധം അനുഭവിക്കുന്ന രോഗമാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനയാണ്. ഞാൻ അവരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഭവനത്തിൽ പിതാവിന് ഒരു അസുഖം വന്നാൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആരാണ്? അമ്മയാണ്. ഈ അമ്മ പറയുകയാണ്, ഒറ്റ വാചകമേ സംസാരിക്കുന്നുള്ളൂ യോബിൻ്റെ പുസ്തകത്തിൽ, നീ ദൈവത്തെ ഉപേക്ഷിച്ച് ഇത് ചെയ്യണം, ചത്തുകളക, മരിച്ചു കളക, ശപിച്ച് മരിച്ചു കളക എന്നാണ് ടെക്സ്റ്റ്. അങ്ങനെ അല്ലെങ്കിലും അങ്ങനെയാണ്, അവിടെ അനുഗ്രഹിച്ചെന്നാണ് ടെക്സ്റ്റ് കിടക്കുന്നെങ്കിലും അങ്ങനെയാണ് അർത്ഥം. അതാണ് ആ ഒരൊറ്റ വാചകം പറഞ്ഞതിൻ്റെ പേരിൽ എത്രയോ പേരാണ് ആ സ്ത്രീയെ വിമർശിക്കുന്നത്. ഈ ദുരിതം നീണ്ടുപോകാതിരിക്കണം. ചിലരൊക്കെ അസഹനീയമായ വേദനകൾ കൂടെ മരണാസന്നരായി കിടക്കുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാറില്ലേ, ദൈവമേ അങ്ങ് എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്, ഈ ദുരിതം അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്ന്. ഓർക്കണം, ഈ യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ഈ യോബിൻ്റെ ഭാര്യയെ ദൈവം വിമർശിക്കുന്നില്ല. സ്നേഹിതരോട് പറയുന്നുണ്ട്, നിങ്ങൾ യോബിനെ കുറിച്ച് പറഞ്ഞത് ശരിയായില്ലെന്ന് പറയുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്, ദൈവം പറയുകയാണ്, അവളുടെ വേദനയിൽ പറഞ്ഞതാണ്, അത് മനസ്സിലാക്കാൻ കഴിയണം, അല്ലേ? സഹവിശ്വാസിയുടെ വേദന തിരിച്ചറിയുമ്പോഴാണ് പങ്കെടുക്കുന്നവർ ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നത്. കർത്താവ്
തൻ്റെ ശിഷ്യരോടും ഈ സ്ഥാപന വചനങ്ങൾ പറയുന്നത് ഇത് ചെയ്യുവീൻ എന്നാണ്. ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. ഇത് ചെയ്യുവിൻ. He is calling the disciples not only to repeat this meal, but to embody his self-giving love in their own lives. ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം 2.5 മണിക്കൂർ നീട്ടി ചൊല്ലി വിശുദ്ധ കുർബാന തീർക്കുന്നതല്ല. ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ ഈ ശുശ്രൂഷയിലൂടെ ദൈവസ്നേഹം അനുഭവിച്ച് ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം ജഡം ധരിക്കണം, ശരീരം ധരിക്കണം. അപ്പോഴാണ് വിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് ക്രിസ്തു ശരീരമായി അനുഭവപ്പെടുക. ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന ശരീരമാവണം സഭ. അതിന് പൗലോസ് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഓർമ്മിക്കുവിൻ, റിമെമ്പർ, അനുസ്മരിക്കുവിൻ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഓർമ്മ, റിമെമ്പർ. ഈ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിലാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞ ഏറ്റവും കൂടുതൽ റിമെമ്പർ എന്നൊരു പദം വരുന്നത്. അത് ഉടമ്പടിയുടെ പുതുക്കലുമായി ബന്ധപ്പെട്ടാണ്. ഓർക്കണം, മറന്നു പോകരുത്. എന്തിനാണ് ഓർമ്മ? ഓർമ്മകൾ നിരന്തരം നമ്മെ രൂപപ്പെടുത്തണം. ഓരോ വിശുദ്ധ കുർബാനയും, മുൻപുള്ള ധ്യാനത്തിൽ നാം കേട്ടതാണ്, കർത്താവിൻ്റെ ജീവിതത്തെ മുഴുവൻ നമ്മൾ വീണ്ടും അനുസ്മരിക്കുകയാണ്, റീഇനാക്ട് ചെയ്യുകയാണ്. അത് ഇന്നിൻ്റെ യാഥാർത്ഥ്യമായി നമുക്ക് അനുഭവപ്പെടുകയാണ്. നിരന്തരം നമ്മെ രൂപപ്പെടുത്തണം. ഓർമ്മകൾ നമ്മുടെ സ്വത്വത്തെ രൂപപ്പെടുത്തണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് പരിചിതമായ ഉപമകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപമ മുടിയപുത്രൻ്റെ, അല്ലെങ്കിൽ മുടിയനായ പുത്രൻ നഷ്ടപ്പെട്ട മക്കളുടേക്ക് സ്നേഹവാനായ പിതാവിൻ്റെ ഉപമയാണ്. അതിൽ ഈ ഇളയ മകൻ എല്ലാം നഷ്ടപ്പെടുത്തി. വിശുദ്ധ ലൂക്കോസ് ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, കർത്താവ് പറഞ്ഞതായിട്ട്, അവൻ സകലവും നാനാവിധമാക്കിയെന്നാണ്. തിരിച്ചെടുക്കാനാവാത്ത വിധം ചിതറിച്ച് കളഞ്ഞെന്നാണ്. എല്ലാം നഷ്ടപ്പെട്ടു. പന്നി തിന്നുന്ന ഭക്ഷണം കൊണ്ട് വയറ് നിറയ്ക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ ഓർത്തു. ആരെ ഓർത്തു? അപ്പൻ്റെ ഭവനത്തെ ഓർത്തു. ഓർമ്മകൾ മടങ്ങിവരവിനാണ്. ഓർമ്മകൾ രൂപാന്തരപ്പെടുന്നതിനാണ്. ഭക്ഷണത്തെ മാത്രമല്ല, ഭവനത്തിൽ അപ്പൻ്റെ സാന്നിധ്യം, സന്തോഷം, അവിടെ വേലക്കാർ, ദാസന്മാർ പോലും അനുഭവിക്കുന്നതായുള്ള സ്വാതന്ത്ര്യം, ഓർമ്മകൾ അവനെ മടക്കിക്കൊണ്ടുവരികയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ്. ഈ കോമ്പസ് ഇൻ ലൈഫ് എന്ന് പറയുന്ന റിമെമ്പറൻസിനെ, ഓർമ്മകൾ നമുക്ക് ഡയറക്ഷൻസ് നൽകണം, എങ്ങോട്ട് പോകണം. ഈ ഇളയ മകന് അവൻ്റെ ഓർമ്മകൾ അവനൊരു ഡയറക്ഷൻ നൽകുകയാണ്. എവിടേക്കാണെന്നറിയാമോ? ഇവിടോട്ടാണ്, അപ്പൻ്റെ ഭവനത്തിലേക്ക് അവനെ നയിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ലീഡ് ടു ദ ഡയറക്ഷൻ വെയർ ഗോഡ് വാണ്ട്സ് us to go. ഇല്ലേ? അതുകൊണ്ട് ഓർമ്മകൾ ഐഡൻറ്റിറ്റി നൽകണം, ഓർമ്മകൾ ട്രാൻസ്ഫോം ചെയ്യണം. ഈ ഇളയ മകൻ വീട്ടിൽ വന്നു. ഈ പിതാവെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതുകയാണ്, ഈ അപ്പൻ മകനോട് പറയാതെ പറയുന്നുണ്ട്, നീ ഇനി ഇവിടെ വന്നത്, ഇവിടെ ജീവിക്കുന്നത് പഴയതുപോലെയല്ല. യു ഹാവ് എ ട്രാൻസ്ഫോംഡ്, റിന്യൂഡ് ലൈഫ് ഇൻ ദിസ് ഹൗസ്. ഒരു പുതിയ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്, അല്ലേ? വിശുദ്ധ കുർബാന, ഓരോ വിശുദ്ധ കുർബാനയും നമ്മളോട് ആവശ്യപ്പെടുന്നത് വീണ്ടും പുതുക്കം പ്രാപിക്കാനാണ്, വീണ്ടും ആഴമായ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുവാനാണ്, ദൈവത്തോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം ലോകത്തെ കാണുവാനാണ്. അതിന് കഴിയണം. ഐഡൻറ്റിറ്റി, ഓർമ്മ നയിക്കേണ്ടത് നാം ആരാണെന്നില്ല യാഥാർത്ഥ്യത്തിലേക്കാണ്. ഓർമ്മകൾ നയിക്കേണ്ടത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിനാണ്. വിശുദ്ധ കുർബാന നമ്മളെ എന്നും ഓർമ്മിപ്പിക്കുന്നത് നാം കർത്താവിൻ്റെ ശരീരമാണ്. എന്നോടൊപ്പം ആരാധിക്കുന്നവർ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. 2, ഈ വേദഭാഗം പൗലോസ് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, വിശുദ്ധ കുർബാന കർത്താവ് വരുവോളും അവൻ്റെ മരണത്തെ പ്രഘോഷിക്കേണ്ട കൂദാശയാണ്. മൂത്തേച്ചൻ എനിക്ക് ഇന്നത്തെ വിഷയം ആദ്യം തന്നത് അതാണ്.
ഈ വിഷയമാണ്. മഹത്വപ്രത്യക്ഷത പിന്നീട് അച്ഛന് അതിന് രൂപാന്തരപ്പെടുത്തി പിന്നീട് പറഞ്ഞതാണ്. മഹത്വപ്രത്യക്ഷതയെക്കുറിച്ച് അതുകൊണ്ട് മൂത്തി അച്ഛൻ പിന്നീട് നിങ്ങളോട് പറയും. ഞാനതിലേക്ക് പോകുന്നില്ല. ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം എന്താണ്? കർത്താവ് വരുവോളും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കണം, പ്രഘോഷിക്കണം. എൻ്റെ ഇന്ന് നിരന്തരം ചെയ്യുന്നൊരു ശുശ്രൂഷ. പ്രിയപ്പെട്ട മാത്യൂസ് അച്ഛനത് പറഞ്ഞു ആരാധനയിൽ പല പ്രാവശ്യം. കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, കർത്താവിൻ്റെ സഹനാനുഭവങ്ങളെക്കുറിച്ച്, ക്രൂശ് മരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച്, വീണ്ടും വരവിനെക്കുറിച്ച് നാം ധ്യാനിക്കാറുണ്ട്, പ്രഘോഷിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഇവിടെ പൗലോസ് പറയുന്നത് അവൻ്റെ മരണത്തെ പ്രഘോഷിക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രഘോഷിക്കുന്നു എന്നാണ്. അങ്ങനെയല്ലേ? എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അങ്ങനെ പറഞ്ഞത്? ഞാൻ എൻ്റെ എളിയ ചിന്തയിൽ ധ്യാനിക്കുന്നു. എനിക്ക് തോന്നുന്നത്, എനിക്ക് ദൈവം നൽകിയ ഒരു വെളിപ്പാട്, ക്രൂശാണ് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മഹത്വത്തിൻ്റെ അടയാളം ആണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യരോട് പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം, ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്ത്? ക്രൂശ്. വേറെ തിയോളജിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ എക്സിജീസിസ് ഓഫ് ഗോഡാണ്. ദൈവം ആരാണെന്ന് മനസ്സിലാക്കണമോ? ക്രൂശിലേക്ക് നോക്കണം, ക്രൂശിതനായ കർത്താവിലേക്ക് നോക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുന്നത്, ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം അറിയുന്നത് അവിടെയാണ്, ദൈവക്ഷമയുടെ മാതൃക കാണുന്നത് അവിടെയാണ്, ദൈവിക കരുതൽ എന്താണെന്ന് പഠിപ്പിക്കുന്നത് കുരിശാണ്, അനുരജ്ഞനം എന്താണെന്ന് പഠിപ്പിക്കുന്നത് കുരിശാണ്, ദൈവനീതിയും ദൈവത്തിൻ്റെ പ്രതിഷേധവും എന്താണെന്ന് പഠിപ്പിക്കുന്നത് കുരിശാണ്. ആണോ? റോമൻ ഘടനകളോട്, യഹൂദ മതത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് കുരിശെന്ന് കടന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അനീതി നിറഞ്ഞ ഏത് സംവിധാനത്തോടുമുള്ള ദൈവത്തിൻ്റെ പ്രതികരണം കൂടെയാണ് കുരിശ്. അതുകൊണ്ട് അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സ്വന്തം വേദനയും ദുഃഖവും മാറ്റാൻ മാത്രമല്ല, കർത്താവിൻ്റെ വേദന തിരിച്ചറിയുവാനാണ്. കർത്താവിൻ്റെ സ്വഭാവം നാം ആയിരിക്കുന്ന സംഘർഷങ്ങൾ നിറഞ്ഞ ഇടങ്ങളിൽ വെളിപ്പെടുത്താനാണ്. കർത്താവ് വേദനിക്കുന്ന ഇടങ്ങളിൽ ആ വേദന മാറ്റുവാൻ ഇറങ്ങിച്ചെല്ലുവാനാണ്. അപ്പോഴാണ് അവൻ്റെ മരണത്തെ അർത്ഥവത്തായി പ്രസ്താവിക്കുവാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് ഏതൊരു വിശുദ്ധ കുർബാന ശുശ്രൂഷയും അതിൻ്റെ കേന്ദ്രമായി വരുന്നത് കുരിശാണ്, ക്രൂശ് മരണമാണ്. കാരണം ക്രൂശിലാണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സ്വഭാവവും ലോകം കണ്ടത്. ആ സ്വഭാവവും കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യവും കണ്ടതായ ശിഷ്യരുടെ ഉത്തരവാദിത്തമാണ് മുറിവുകളും വിഭജിക്കപ്പെട്ടതുമായി ലോകത്ത് ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുക എന്നുള്ളത്. സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പതിവായി അതിൻ്റെ എഡിറ്റോറിയൽ പോലെ എഴുതുന്ന ആളാണ് സുഭാഷ് ചന്ദ്രൻ. വാതിൽ എന്നാണ് അതിൻ്റെ കോളത്തിൻ്റെ പേര്, വാതിൽ. ഓഗസ്റ്റ് മാസത്തിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അദ്ദേഹം ഒരു സംഭവം വിവരിച്ചു. ആ സംഭവം ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ നടന്നതല്ല, അമേരിക്കയിൽ നടന്നാകാനാണ് സാധ്യത.
കുട്ടികൾക്കുള്ളൊരു ഉപന്യാസ മത്സരം. കുട്ടികൾക്കുള്ള ഉപന്യാസ മത്സരത്തിൻ്റെ വിഷയം വലുതാകുമ്പോൾ ആരാകണം. എന്താണ്? വലുതാകുമ്പോൾ ആരാകണം. അന്നേരം ഈ വിഷയം കൊടുത്തു. നോക്കണം, ഈ ലേഖനമാണ്, ആർട്ടിക്കിളാണ്. അന്നേരം അത് മാർക്കിടാൻ നൽകിയത് ലാറ്റിൻ അമേരിക്കൻ ജനിച്ച സാഹിത്യത്തിൽ നോബൽ പ്രൈസ് നേടിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ആണ്. കേട്ടിട്ടുണ്ടോ? ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. അദ്ദേഹം ഈ റൂളുകളൊക്കെ തെറ്റിച്ചു. എസ് എന്നുള്ളത് മാനദണ്ഡം മാറ്റി. അദ്ദേഹം 1ാം സ്ഥാനത്ത് തിരഞ്ഞെടുത്തത് 8 വയസ്സുകാരി ഒരു പെൺകുട്ടി എഴുതിയ ലേഖനമാണ്. ലേഖനമെന്ന് പറയാനൊക്കില്ലെങ്കിലും അതിന് 2 വരിയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വായിക്കാം. 8 വയസ്സുകാരിയുടെ ലേഖനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഹോസ്പിറ്റലിലെ ഏറ്റവും മിടുക്കിയായ ഡോക്ടറാകണം. എന്നോട് വായിക്കാം. ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഹോസ്പിറ്റലിലെ ഏറ്റവും മിടുക്കിയായ ഡോക്ടറാകണം. ഈ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഇങ്ങനെ എഴുതി. ആദ്യ വാചകം ഏത് കുട്ടിക്കും എഴുതാം. ആദ്യ വാചകം ഏത് കുട്ടിക്കും എഴുതാം. അതിൽ 2ാമത്തെ വരി എമ്പതിയുടെ പരമകാഷ്ഠയാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ അറിയാം, മലയാളത്തിൽ സാത്മ്യം എന്നൊരു പദമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ വാചകം വായിക്കുമെന്നൊക്കെ മനസ്സിലാകും. അവിടെ ഈ 8 വയസ്സുകാരി പെൺകുട്ടി എഴുതിയ 2ാമത്തെ വാചകം ഇങ്ങനെയാണ്. അവിടുത്തെ മരണാസന്നരായ എല്ലാ രോഗികളെയും ചികിത്സിക്കാനും അവരോടൊപ്പം മരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് വായിക്കട്ടെ. അവിടുത്തെ മരണാസന്നരായ എല്ലാ രോഗികളെയും ചികിത്സിക്കാനും അവരോടൊപ്പം മരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. മെറിറ്റ് കൊണ്ടും പണം കൊണ്ടും ഡോക്ടറാകുന്നവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? എന്തൊരു വലിയ ദർശനമാണ്. ഈ സുഭാഷ് ചന്ദ്രൻ പുരോഹിതരെ ചിലപ്പോഴൊക്കെ വിമർശിക്കുന്നതാണെങ്കിൽ അദ്ദേഹം പറയാറുണ്ട്, ഈ 8 വയസ്സുകാരി പെൺകുട്ടി പൗരോഹിത്യത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് ഉയർന്നു വന്നാണ്. 2 വാചകങ്ങൾ. ആ വാചകങ്ങളിൽ മുറിപ്പെടുത്തുന്ന മുറിവേൽക്കുന്ന മനുഷ്യരോടുള്ള ഒരു താതാത്മ്യപ്പെടലുണ്ട്, ഇല്ലേ? അവരോട് ഒത്തുചേർന്ന് നിൽക്കുവാനുള്ള ഒരു ഉൾപ്രേരണയുണ്ട്. 8 വയസ്സുകാരുടെ ജീവിത ദർശനം അതാണ്. ഞാൻ ഈ സന്ധ്യയിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരോട് ചോദിക്കട്ടെ, എന്നോട് തന്നെ ചോദിക്കട്ടെ, ജീവിത അവസാനിക്കുന്നതിന് മുമ്പ് നിനക്ക് ആരാകാനാണ് ഇഷ്ടം? എന്ത് നേടാനാണ് ഇഷ്ടം? എന്ത് താല്പര്യമാണ്? എന്ത് ഇഷ്ടമാണ്? എന്ത് മറുപടി നൽകും? ഇവിടെ വിശുദ്ധ കുർബാന എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, ജീവിതം കൊണ്ട് കർത്താവിൻ്റെ മരണത്തെ അവൻ വരുവോളും പ്രഘോഷിക്കുവാനുള്ള, പ്രസ്താവിക്കുവാനുള്ള നിയോഗമാണ്. ജീവിതം കൊണ്ട് കർത്താവിൻ്റെ രക്ഷണ ശുശ്രൂഷയിൽ പങ്കുചേരുവാനുള്ള വിളിയാണ്. ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ഏർപ്പെടുവാനുള്ള വിളിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വേദഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? കർത്താവിനെ പോലെ ആയിത്തീരാനാണ്. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, വി ആർ ഓൾ ഓർഡിനറി പീപ്പിൾ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, അല്ലേ? നമ്മൾ ചിലർ മാത്രമേ ഉള്ളൂ അസാധാരണമായ കഴിവുകളും വ്യക്തിത്വ പ്രഭാവങ്ങളും ഉള്ളത്. എന്നാൽ ഓരോ വിശുദ്ധ കുർബാനയും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈവൻ ദോ യു ആർ എൻ ഓർഡിനറി മാൻ ഓർ വുമൻ, യു ക്യാൻ ലിവ് എൻ എക്സ്ട്രാ-ഓർഡിനറി ലൈഫ് by showing extraordinary love in relationships. നീ സാധാരണ മനുഷ്യനെങ്കിലും അസാധാരണമായി ഈ ലോകത്ത് കർത്താവിനോടൊപ്പം ജീവിക്കാൻ നിനക്ക് കഴിയും. എങ്ങനെ? അസാധാരണമായ സ്നേഹം വെളിപ്പെടുത്തണം,
അസാധാരണമായ ക്ഷമ വെളിപ്പെടുത്തണം, അസാധാരണമായ കരുതൽ വെളിപ്പെടുത്തണം, അസാധാരണമായി ചേർത്ത് പിടിക്കുവാൻ കഴിയണം. ഇല്ലേ? വിശുദ്ധ കുർബാന അതിനാണോ? നമ്മളെയൊക്കെ കർത്താവിൻ്റെ മനസ്സുള്ളവരാക്കിയാണ്. നമുക്ക് സന്ധ്യാനമസ്കാരത്തിൽ ഒരു പാട്ടുണ്ട്, ഇപ്പം പാടുന്നുണ്ട്. നിന്തിരു മനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി നിൻ്റെ മനോഗുണം അതിനാലേ. ഈ മനോഗുണമെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഉപയോഗിക്കാറില്ലെങ്കിലും ആ പദത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നി മനസ്സിൻ്റെ നന്മയാണ്. ആരുടെ നന്മയാണ്? മനസ്സിൻ്റെ സ്വഭാവമാണ്. ആരുടെയാണ്? ദൈവത്തിൻ്റെ. എനിക്ക് തരണം. ഓരോ വിശുദ്ധ കുർബാനയും അതിനു വേണ്ടിയാണ്. ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ജീവിക്കാനാണ്. അല്ലേ? നമ്മുടെ വിശുദ്ധ കുർബാന നമ്മളോട് ആവശ്യപ്പെടുന്നത് ഏത് സാധാരണ ജീവിതാനുഭവങ്ങളെയും ഔന്നത്യത്തിലേക്ക് ഉയർത്താൻ കഴിയുമോ? അത് സാധാരണ ഭക്ഷണമാവട്ടെ, ഒരു പ്രാർത്ഥനയാവട്ടെ, ഒന്ന് ചിരിക്കുന്നതാവട്ടെ, ഒന്ന് കൈ കൊടുക്കുന്നതാവട്ടെ, ഒന്ന് ഹലോ പറയുന്നതാവട്ടെ, ഒരാൾക്ക് അല്പം സഹായം നൽകുന്നതാവട്ടെ, ഒരു ഭക്ഷണം പങ്കുവെക്കുന്നതാവട്ടെ, ഏത് സാധാരണ പ്രവൃത്തിയെയും ഔന്നത്യത്തിലേക്ക് നയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ അന്ത്യാത്താഴത്തെക്കുറിച്ചുള്ള സൂചന യോഹന്നാൻ നൽകുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ നൽകുമ്പോൾ പറയുന്നത് കാല് കഴുകുകയാണ്. ഏറ്റവും ഹീനമായ ശുശ്രൂഷ എന്ന കാലുകൽ ശുശ്രൂഷയെ കർത്താവ് എന്ത് ചെയ്തു? ഒരു ഹയർ ഡയമെൻഷനിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഴിയും, ഇല്ലേ? 2, മുറിപ്പെടുത്താതിരിക്കാം, മുറിവുകൾ ഉണ്ടാക്കാതിരിക്കാം, ഒരു ഹീലിംഗ് പ്രസൻസ് ആവാം. നിസ്സംഗരല്ല, ക്രിസ്തുവിൻ്റെ സെൻസിറ്റിവിറ്റിയുള്ള ആളുകളായി തീരാം. നാം ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? നാം ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അവൻ വരുവോളം അവൻ്റെ മരണത്തെ, അവൻ്റെ ക്രൂശിനെ വെളിപ്പെടുത്തുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ദൈവമേ, അതിനെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തൻ അതിനെ നമ്മെ ബലപ്പെടുത്തട്ടെ.